രാജു സാറേ, ഒന്നവിടെ നിന്നേ. എന്താ ദീപകെ? അല്ല, അങ്ങനെ കളി അങ്ങ് അവസാനിച്ചു, നീ കളിന്ന് പുറത്തുപോയി. ഇനിയിപ്പോ ഈ ദീപകിന്റെ സമയല്ലേ? സമയം? ദീപകിന്റെ എന്ത് സമയം? എടാ, ഋതികയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ നീയല്ല, നിന്നെ പോലെ 10 എന്റെ മുന്നിൽ വന്ന് നിന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എല്ലാ പ്രതിസന്ധികളെയും ഈ ദീപക് മറികടന്നിരിക്കും. ആ, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഏയ്, നിക്കടാ അവിടെ. നിന്നോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് മുഴുവനൊന്ന് കേക്ക്. വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ മാറിയിക്ക്. ഇല്ല രാജു, നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് നിന്നോട് പറയാനുള്ളത് നിനക്കൊരു ഉപദേശമായിട്ടും എടുക്കാം, ഭീഷണിയായിട്ടും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഋതികയുടെ പുറകെയുള്ള നിന്റെ നടപ്പ്, അതായത് ഋതിക മാഡമാണ്, ഋതിക മാലാഖയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഒലിപ്പിച്ചുകൊണ്ടുള്ള നടപ്പ് നിർത്തിക്കോണം. ഇനി മേല ഋതികയുടെ പിന്നാലെ നീ നടക്കരുത്. എല്ലാം കഴിഞ്ഞു, താലി കെട്ടിയെന്ന നാടകവും കഴിഞ്ഞു. അപ്പോ അതുകൊണ്ടങ്ങ് നിർത്തിക്കോണം. പിന്നെ അമ്മാവന്റെ കാര്യങ്ങള് അത് നീ നോക്കിക്കോ, അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങളും മറ്റേ അടയും ചക്കരയൊക്കെ ആണല്ലോ. ഋതികയുടെ കാര്യത്തില് അത് വേണ്ട. എടാ, അവളുടെ കല്യാണം കഴിഞ്ഞാ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. എന്താടാ, നിനക്ക് ഫീലായോ? നിനക്ക് ഫീലായെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുനാള് അവള് നിന്റെ ആയിരുന്നല്ലോ. വീട്ടിൽ കൊണ്ടുപോയി നീ നിന്റെ ഇഷ്ടത്തിന് നിർത്തിയല്ലോ. അപ്പൊ നിനക്കങ്ങ് ഫീലാവും. ദീപകിന്റെ പോളിസി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങള് ഉപയോഗിക്കില്ലെന്ന്. സാരമില്ല, സംഗതി ഋതിക സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എനിക്കവളെ തലയിൽ ചുമന്നല്ലേ പറ്റൂ. അമ്മാവന്റെ സ്വത്തുക്കൾ എങ്കിലല്ലേ എന്റെ കയ്യിലേക്ക് വരൂ. ദീപകെ, നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്നും നിന്റെ തലയ്ക്കകത്ത് ദുഷിപ്പാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം ഋതിക മാഡത്തെ കുറിച്ച് നീ ഇത്രയും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും